വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി സർക്കാർ. പുള്ളിപ്പാവാടയിട്ട് പരീക്ഷ എഴുതാൻ പോയവരുടെ പുള്ളി വെട്ടി പരീക്ഷണം. ഡോക്ടറാകാൻ കൊതിച്ച് പരീക്ഷ എഴുതാൻ പോയവരെ പരിശോധന പഠിപ്പിച്ചതിന് ശേഷം പരീക്ഷ. ഡെമോക്രസിയാണ് ആദ്യം പ്രധാന കെട്ടുകഥകൾ. പ്രതിഷേധത്തിന് പുത്തൻ മാർഗവുമായി KP ശശികല പോലീസ് സ്റ്റേഷനിൽ നാമജപം മുദ്രാവാക്യമാക്കി. എല്ലാ പോലീസ് സ്റ്റേഷനുകളും അമ്പലമാക്കാൻ പദ്ധതിയിട്ട് ഹിന്ദു ഐക്യവേദി. നിനക്ക് എന്താടി പറ്റിയത്? സകലിട്ട് ഒറ്റ രാത്രിയോട് ലൂസായോ? എല്ലാം ഒന്നുകൂടി ടൈറ്റായി. അകത്ത് പൂജ നടക്കുക. വാതിൽ തട്ടി ബഹളം വെച്ച നിങ്ങളുടെ സകല നട്ട് ഞാൻ അഴിച്ചിടും. DGP-ആയി TP സെൻ ചുമതലയേറ്റിട്ടും തമ്മിലടി തീർന്നില്ല. ഞാൻ വാടകയിൽ താമസിക്കുന്നത്. ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞെറിയും ചെയ്യും. വാടക വരാ താമസിക്കുന്നവന്മാരെയാ സൂക്ഷിക്കേണ്ടത്. ശരിയാ, ഞാൻ വാടക കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. വാക്ക് മാറിയാൽ മത്തായത്തിന് കേസ് കൊടുക്കാം, പോലീസിനെ വിളിക്കാം, എന്ത് വേണം ചെയ്യാം. വാക്ക് മാറുന്നവൻ നല്ല കാര്യം. മത്തായച്ചാ, ഞാൻ ഒപ്പിട്ട് തരാം. എത്ര പേപ്പർ വേണമെങ്കിൽ. എന്നാൽ നീ ഒപ്പിട്, നീ ഒപ്പിട്, നീ ഒപ്പിട്, നീ ഒപ്പിട്. പിഴയെ ചൊല്ലി നിയമസഭയിൽ ഇരുവിഭാഗവും നേർക്കുനേർ. പിഴ അല്ലെങ്കിൽ ഫൈൻ അത് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടേ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെന്താ സാർ, സംഭാവനയാണോ സാർ? ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000 രൂപ. സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? സഭയെ കഥാ സെന്ററാക്കി മുകേഷ് MLA. തുള്ളൽക്കാരനെല്ലാം ഉണ്ണികളാണ്. 25 പൈസ വെക്കുന്നു. പുരോഗമനവാദിയായ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരൻ നേതാവായ മാർട്ടിൻ ലൂതർ കിങ്ങിനെ ആരോ വെടിവെച്ചു കൊന്നു. ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഒന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാതാവിന്റെ അനുഭവം എന്ന പേരിൽ പ്രത്യേക പതിപ്പും. റിലീസിന്റെ തലേ ദിവസമായപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ഈ പടം ഇറങ്ങില്ല, നേരെ കോടതിയിലേക്ക് പോകാൻ പോവുകയാണ്. ഞാൻ എന്താണ്? ബാർബർമാരെ എല്ലാവരെയും ആക്ഷേപിക്കുന്ന ഒരു സിനിമയാണത്. ഞങ്ങൾക്ക് മനസ്സിലായി. സമരം നടത്തുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും പോലീസ് അറസ്റ്റ് ചെയ്താൽ പ്രതിഷേധക്കാർ എന്താ ചെയ്യുക? സ്റ്റേഷനിലും പ്രതിഷേധിക്കും, അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കും. എന്നാൽ ഹിന്ദു ഐക്യവേദിയും സംഘടനയുടെ നാഥ ശശികല ടീച്ചറും അങ്ങനെയല്ല. അവർ പോലീസ് സ്റ്റേഷനെ അമ്പലമാക്കും, നാമം ജപിക്കും, പൂജ നടത്തും. ഗുരുവായൂരിലാണ് സംഭവം. തിരുവങ്കിരം പാർത്ഥസാരഥി ക്ഷേത്രം മലബാർ ദേവസ്വത്തിന് കീഴിലാക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ സംഘപരിവാരങ്ങൾ ഇതിന് എതിരാണ്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ താക്കോൽ ഏറ്റെടുക്കാൻ ദേവസ്വം ബോർഡ് വന്നെങ്കിലും പരിവാരങ്ങൾ താക്കോൽ കൊടുക്കാതെ സമരം തുടങ്ങി. അവിടെ സംസാരിക്കാൻ എത്തിയായിരുന്നു KP ശശികല. എന്നാൽ സംസാരിക്കാൻ ലൗഡ് സ്പീക്കർ പോലീസ് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, ക്ഷേത്രവളപ്പിലെ ഫ്ലെക്സ് ബോർഡുകൾ പോലീസ് നീക്കം ചെയ്യുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്താണ് ശശികലയും സംഘവും ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിലെത്തിയത്. പിന്നെ അവിടെ നടന്ന പ്രതിഷേധം ഇതാ ഇങ്ങനെയൊക്കെയായിരുന്നു. നിനക്ക് എന്താടി പറ്റിയത്? സകലിട്ട് ഒറ്റ രാത്രിയോട് ലൂസായോ? എല്ലാം ഒന്നുകൂടി ടൈറ്റായി. അകത്ത് പൂജ നടക്കുക. വാതിൽ തട്ടി ബഹളം വെച്ച നിങ്ങളുടെ സകല നട്ട് ഞാൻ അഴിച്ചിടും. വാതിലടച്ച് പൂജ നടത്താൻ നീ ആരാടി? തോന്നിയോസം കാണിച്ചാൽ വെട്ടിവെച്ചു കൊല്ലും ഞാൻ. തന്റെ വെടി എന്റെ നെഞ്ചത്ത് വരുന്നതിന് മുമ്പ് താൻ ആവിയായി ആകാശത്ത് കിടക്കും. ഒരുത്തനെ ഞാൻ ഇപ്പൊ ഇവിടെ ഓടിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറയുന്നത് വിശ്വസിച്ചോ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ
10,000 ഭൂതങ്ങൾ. എത്ര എണ്ണം വരാൻ കിടക്കുന്നു എന്ന് ദൈവത്തിനും നാരായണമാഷക്കും മാത്രമേ അറിയൂ. പോ. ദൈവമേ, അവള് ഫ്യൂസായി. അയ്യോ അയ്യോ. തന്നെയല്ലോ ഞാനോട് ഓടിച്ചത്. അകത്ത് പൂജ നടക്കാൻ അറിഞ്ഞൂടെ? ഈ സമയത്ത് ഒരു പൂജ ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ച പ്രതീക്ഷ പലതും പ്രതീക്ഷയല്ലാതാവും. ഇപ്പോഴത് മനസ്സിലായി. ഇനി പ്രതീക്ഷിക്കൂല. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. അതല്ല ഉദ്ദേശിച്ചത്, അത്തരത്തിലല്ല പറഞ്ഞത് എന്നാണ് ഇപ്പോൾ CI സാർ ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞു. അങ്ങനെ വിളിപ്പിച്ചിട്ടില്ല. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ വേണ്ടി 2 ആളെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ളത് SI സാറിനോട് പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിങ്ങനെ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞു അതൊരു ഫോൺ വഴി. ഇപ്പൊ ഇവിടെ ആരുടെ ആണെങ്കിലും RSSന്റെ BJPയുടെ ഇന്ത്യ ഐക്യവേദിയുടെ ഒക്കെ നമ്പറുകൾ ഇവിടെ ഉണ്ടാവും. അവരെ വിളിച്ചിട്ട് നിങ്ങളൊരാൾ വരണം സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയം. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയും ഓൺ ദ സ്പോട്ടിൽ അവിടെ പോലീസ് പാർട്ടി വരികയും റെക്കോർഡ് ചെയ്യും, ബഹളം വെക്കുകയും ഇതിന്റെ 4 ആളുകൾ അങ്ങോട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ഞങ്ങൾക്ക് അതിൽ അർത്ഥാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. നാമം ജപിക്കുന്നതിനും പൂജ നടത്തുന്നതിനും നമ്മൾ ആരും എതിരല്ല. സൗകര്യപ്പെട്ടാൽ ഒപ്പം കൂടുകയും ചെയ്യാം. എന്നാൽ അത് പോലീസ് സ്റ്റേഷനിൽ നടത്തി സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളെയെല്ലാം അമ്പലങ്ങളാക്കിയാൽ പാവം പിണറായി കുടുങ്ങിപ്പോകും. ഇപ്പോൾ തന്നെ തലപ്പത്ത് പ്രതിഷ്ഠിച്ച പ്രധാന പൂജാരിയായ സെൻകുമാറിനെ എങ്ങനെ മെരുക്കുമെന്ന പേടിയിലാണ് പിണറായി. അതിനിടയിൽ ബാക്കി പോലീസുകാരെ കൂടി ഭക്തരാക്കരുത് പ്ലീസ്. അതിനിടെ കഠിനമായ ചേരിപ്പോരുകൾക്കൊടുവിൽ TP സെൻകുമാർ പോലീസ് തലപ്പത്തെ കസേരയിൽ തിരിച്ചെത്തി. ലോട്ടറി അടിച്ച പോലെ ആ സ്ഥാനം കിട്ടിയ ലോക്നാഥ് ബെഹ്റ കസേര ഒഴിഞ്ഞുകൊടുത്തു. സുപ്രീം കോടതി ഉത്തരവ് കയ്യിൽ കിട്ടിയതോടെ വലിയ ഒരുക്കത്തോടെയാണ് സെൻസേഷൻ വിധി നേടിയ DGP കുമാരൻ എത്തിയത്. സ്ഥാനം ഏറ്റെടുക്കുന്നതിന് കണക്കാക്കി യൂണിഫോമൊക്കെ നേരത്തെ തന്നെ തേച്ച് മിനുക്കിയിരുന്നു. Come on, baby. Allah, 6 means successful. Oh, 99. Please, Papa, make it 5. പാത്തുക്കുട്ടി, കളി കള്ളം പാടില്ല. പാപ്പാക്ക് എത്ര കാലം കൂടിയാ ഒരു ഏണി കയറാൻ അവസരം കിട്ടിയത്. ലെറ്റ് മീ ക്ലൈം. ഗോപിള്ളേ, എന്തായാലും സംഗതി ഗംഭീരമായി. സെൻകുമാർ എത്ര വലിയ വിജയം നേടിയെങ്കിലും അദ്ദേഹം കാണിക്കാത്തൊരു മാന്യത സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്ന ബെഹ്റ കാണിച്ചു. പുതിയ DGP വരുമ്പോൾ ഒളിച്ചോടാതെ ഔദ്യോഗികമായി തന്നെ ബെഹ്റ അധികാരം കൈമാറി. എന്നാൽ അധികാരദണ്ഡ് കൈമാറാതെയാണ് സെൻകുമാർ അന്ന് മുങ്ങിയത്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഇനി മറ്റു നടപടികളാണ്. ഒരുപാട് ഡോക്യുമെൻ്ററികൾ തയ്യാറാക്കാനുണ്ട്. ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാക്കണ്ടേ? പിന്നെ ദവിടെ ദിവിടെ ദതിന്റെ ദപ്പുറത്ത് എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ. ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. ബെഹ്റ ഡോക്യുമെൻ്ററി തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ചുമതല ഏറ്റെടുക്കുന്ന സെൻകുമാറിൻ്റെ ഊഴമാണ്. പേപ്പറുകൾ നോക്കി ഒപ്പിട്ട് വാങ്ങിയില്ലെങ്കിലും കൊടുത്തില്ലെങ്കിലും ഭാവിയിൽ ഗുലുമാലായിരിക്കും. അതുകൊണ്ട് 2 ആലോ 3 ആലോ ആലോചിച്ചിട്ട് മതി ഡോക്യുമെൻ്ററി തയ്യാറാക്കൽ. ഇവരെ കൊണ്ട് വെള്ള പേപ്പർ
സാർ ഒപ്പിട്ട് വായിക്കണം, അല്ലെങ്കിൽ ഇവന് അവകാശം സ്ഥാപിക്കും. മത്തായിച്ചേട്ടാ, ഞാൻ വാടകയിൽ താമസിക്കുന്നത്. ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞെറിയും ചെയ്യും. വാടക വരാതെ താമസിക്കുന്നവന്മാരെയാ സൂക്ഷിക്കേണ്ടത്. ശരിയാ, ഞാൻ വാടക കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. വാക്ക് മാറിയാൽ മത്തായിച്ചിന് കേസ് കൊടുക്കാം, പോലീസിനെ വിളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വാക്ക് മാറുന്നവൻ നല്ല കാര്യം. മത്തായിച്ചേട്ടാ, ഞാൻ ഒപ്പിട്ട് തരാം. എത്ര പേപ്പർ വേണമെങ്കിലും. എന്നാൽ നീ ഒപ്പിട്, നീ ഒപ്പിട്, നീ ഒപ്പിട്, നീ ഒപ്പിട്. രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നേക്ക്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? എന്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ? വിളിക്കോ? ഗോപാലകൃഷ്ണൻ ഇനി ഒപ്പിടും. അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പം അയ്യോ, ഒരു പാട്ട് കേട്ടോ? പാട്ടോ? ഒപ്പിടാ, ഒപ്പിടാ. ഇവിടെ പരസ്പരം കുഴിക്കുന്ന കുഴികൾ പഠിക്കുമ്പം സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു. നീയാണ് പാടിയത്? ഇതളവ്, ഇതളവ്. ഒപ്പിടാ, ഒപ്പിടാ. അങ്ങനെ ഒടുവിൽ എല്ലാം കഴിഞ്ഞ് സെൻകുമാർ കസേരയിൽ ഇരുപ്പുറപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ആശീർവാദവും ഏറ്റുവാങ്ങിയ ശേഷമാണ് പുതിയ DGP ചാർജ് എടുത്തത്. സർ, ഞാൻ വന്നപ്പോഴേ അന്വേഷിച്ചു. താൻ എന്തായി പിഷാരടിയെ കുറിച്ച് മനസ്സിലാക്കിയത്? പിഷാരടി എന്ന് വെച്ചാൽ എന്താ? കളരി കണ്ടെത്തി പിഷാരടി എന്നല്ലേ? അതെ, അല്ലാതെ കണ്ടവന്റെ കോണകം താങ്ങുന്ന പിഷാരടി എന്നല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി എന്റെ അഭിമാനത്തിന്റെ കെട്ടിടത്തിന് ഏതാണ്ട് 110 നില പൊക്കം വരും. അതിലേക്ക് നിന്റെ തോന്നിയമാസത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ചു കയറ്റി തകർത്ത് തരിപ്പണമാക്കാനാണ് ഭാവമെങ്കിൽ എന്റെ ഉള്ളിലെ കവിയല്ല കൊലപാതകം നിനക്ക് കാണേണ്ടി വരും. ഞാൻ ലീവ് പറയാൻ മറന്നുപോയി. ഞാൻ നിങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരില്, ആ സൗഹൃദത്തിൽ നിന്ന് ഞാൻ പടുത്തുയർത്തിയ നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ 110ാമത്തെ നിലയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാനത്തിന്റെ ഫ്ലൈറ്റ് ഇടിച്ച് കയറ്റി തകർത്ത് തരിപ്പണമാക്കിയത്. ഞാൻ മിസ്യൂസ് ചെയ്തത്രേ, മിസ്യൂസ് ചെയ്തു. ഇനിയോ ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു ഗുണപ്പുറപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. അങ്ങനെ ആ നടപടിക്രമങ്ങളൊക്കെ അവിടെ പൂർത്തിയായി. സെൻകുമാറിന് ചെയ്തതിനൊക്കെ പിഴ അടച്ചതിന് പിന്നാലെ സർക്കാർ സുപ്രീം കോടതിയിൽ മാപ്പും പറഞ്ഞു. ഇനി പുതിയ കുത്തിത്തിരിപ്പുകൾ എന്തൊക്കെ വന്നു ചേരുമെന്നത് കണ്ടു തന്നെ അറിയാം. ഇനി ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ സഭയിൽ വിടാത്ത TP വിഷയം.